ഈ വീഡിയോയിൽ പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ഒരു ട്രൈലേറ്ററൽ ഡിഫൻസ് എഗ്രിമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആധിപത്യം. ഇസ്രായേൽ തോന്നുന്ന സ്ഥലത്തെല്ലാം ബോംബിടുന്നുണ്ട്. ഇസ്രായേലിന് എവിടെ വേണമെങ്കിലും കയറി അടിക്കാം. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള ആധിപത്യം പുലർത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഒത്തുകൂടി എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ ട്രൈലേറ്ററൽ ഡിഫൻസ് എഗ്രിമെന്റ്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ തൊട്ട് കഴിഞ്ഞാൽ തുർക്കിയും സൗദി അറേബ്യയും വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചുരുക്കം. പക്ഷേ ഇത് ആര് തൊട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ചോദ്യം. അതേസമയം സൗദി അറേബ്യയ്ക്കോ തുർക്കിക്കോ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇടപെടും എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം വെറും ഡ്രാമയാണ്, നാടകം മാത്രമാണ്. കാരണം ഇത് സൗദിക്കും തുർക്കിക്കും ഇടയിൽ നടക്കുന്ന വടംവലിയാണ്. ആ വടംവലിക്ക് ഇടയിൽ പെട്ടിരിക്കുന്നതാണ് പാകിസ്ഥാൻ തുർക്കി ചേരിയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ ഏറ്റവും സൗദി അറേബ്യയിൽ നിന്ന് കടം വാങ്ങി സൗദി അറേബ്യ കടം തിരികെ ചോദിച്ച് പാകിസ്ഥാന്റെ മേളിൽ ശക്തമായ രീതിയിലുള്ള പ്രഷർ ഇട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് തുർക്കി ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സഹായിച്ചത്. പണം കൊടുത്ത് സഹായിച്ചില്ല, ആശയപരമായിട്ടും മതപരമായിട്ടും ഐഡിയോളജിക്കലി ഉമ്മത്ത് സഹകരണം, അതാണ് തുർക്കി ചെയ്തത്. പിന്നെ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡ്രോൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതേപോലെ സൈബർ സെക്യൂരിറ്റി മേഖലയിലുള്ള ഹെൽപ്പും തുർക്കി ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ ശരിക്കും സൗദി അറേബ്യ കുറച്ച് സൈലന്റ് ആയിട്ടാണ് നിന്നിരുന്നത്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പാകിസ്ഥാനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കുറിച്ച് മാറ്റി തന്നെയാണ് നിർത്തിയിരുന്നത്. അതിന് ആ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ദാരിദ്ര്യ അവസ്ഥയും കൂടി ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം കാരണം ഏറ്റവും കൂടുതൽ കടം വാങ്ങിക്കുന്നു, പക്ഷേ ഒരു രീതിയിലും പ്രയോജനകരമായിട്ട് അത് വിനിയോഗിക്കപ്പെടുന്നില്ല, ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇത് വേറൊരു തരത്തിലുള്ള കൊള്ളസംഘമാണ്. അപ്പം യുവമാർക്ക് ഇനി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ് തീരുമാനിച്ചതും, അതേപോലെ ഇന്ത്യ ശക്തമായ രീതിയിൽ കശ്മീരിലേക്കുള്ള ആ ഒരു ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തുകൊണ്ട് G20 സബ്മിറ്റ് നടപ്പിലാക്കുകയും ഗ്ലോബൽ ലീഡേഴ്സിനെ എല്ലാം ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു. അതിൽ നല്ല രീതിയിൽ അപ്രിസിയേഷൻ അർഹിക്കുകയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞൊരു 3 വർഷമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ റഷ്യയുമായിട്ടുള്ള കച്ചവടം നടത്തുന്നത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞതുകൊണ്ടാണ് സൗദി അറേബ്യ ഇച്ചിരിയെങ്കിലും വിയോജിപ്പ് ഇന്ത്യയുമായിട്ട് കാണിക്കുന്നത്. വീണ്ടും നമ്മൾ സൗദി അറേബ്യ എടുത്ത് എണ്ണ വാങ്ങിക്കുന്നുവെങ്കിൽ ഇതേ പാകിസ്ഥാനെയൊക്കെ ചവിട്ടി പുറത്താക്കി നിർത്താൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഒരു എഗ്രിമെന്റ് മതി, ഒരു എണ്ണ കച്ചവടത്തിന്റെ ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് അടക്കുന്ന ചവിട്ടി പുറത്താക്കും സൗദി അറേബ്യ. പിന്നെ അവരെ പൈസ കൊടുത്ത് കൂലിപ്പട്ടാളമായിട്ട് മാത്രം വിളിക്കും. ആ ഒരു രീതിയാണ് ഇപ്പോഴും. ഈ കൂലിപ്പട്ടാളത്തിന് വേണ്ടി തന്നെയാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ അവിടെയും ബലിയാടുകൾ തന്നെയാണ്. യുദ്ധക്കളത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ ഇന്ത്യയുടെ ചോദ്യം അതല്ല. പാകിസ്ഥാനെ അടിക്കുമ്പോൾ സൗദി അറേബ്യയും തുർക്കിയും ഇടപെടുമോ ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഓൾറെഡി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനുമായിട്ടുള്ള ഡിഫൻസ് എഗ്രിമെന്റ് ഒരു തരത്തിലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടില്ല എന്നുള്ളത് സൗദി അറേബ്യ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുർക്കി സോ ഒബ്വിയസ് അവർ ഇടപെടും. അപ്പൊ ആ സ്റ്റേറ്റസ് കോ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനില്ല. അതും കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണമാണ്. പക്ഷേ ഈ ഒരു സഖ്യത്തിൽ ഖത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കോമഡി അതാണ്. അവർ പറയുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണമില്ലാത്ത ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ, അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുള്ള ഒരു പശ്ചാത്തലത്തിൽ, അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതും കൂടി പറയുന്നുണ്ട്. അതാണ്ട് ഇറാനും കൂടി ആക്രമണം നടത്തിയായിരുന്നു ഖത്തറിലേക്ക്. ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. അത് ഇവർക്കൊരു പ്രശ്നമല്ല. അതും റിറ്റാലിയേഷന്റെ ഭാഗമാണ്, ഇതും റിറ്റാലിയേഷന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു കാരണം കാണിച്ചുകൊണ്ടാണ് ഈ 3 പേരും കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഖത്തറില്ല. ഇതാണ് കോമഡി. അത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള വിശ്വാസത്തിൽ ഉണ്ടാകുന്ന കുറവ്. അതാണ് ഇവർ പറയുന്നത്. അമേരിക്കയുമായിട്ട് കൂടുതൽ വിശ്വാസമില്ല, കാരണം അമേരിക്ക ഞങ്ങളെ ചതിക്കും എന്നാണ് ഇവരിപ്പോൾ വിശ്വസിക്കുന്നത്. അതിന്റെ സൂചനയായിട്ടാണ് ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാനാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചത്. ഇതുള്ള ഈ 3 രാജ്യങ്ങളുടെയും 3 പ്രത്യേകതകളെ കുറിച്ച് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പാകിസ്ഥാൻ, അവർക്ക് സൈനിക പരിചയം, എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻസ് ഫോഴ്സ്, അതായത് 5 ലക്ഷത്തിലേറെ എക്സ്പീരിയൻസ്ഡ് ഡിഫൻസ് ഫോഴ്സ് അവരെടുത്തുണ്ട്. നമ്പർ 1 അതാണ് സൈനിക ശക്തിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി അറേബ്യ സാമ്പത്തിക ശക്തി, അതാണ് അവർ സൗദി അറേബ്യക്കുള്ള പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ തുർക്കി, അവർ ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ അവർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ 3 രാജ്യങ്ങളുടെയും പ്രത്യേകത എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ഹക്കാൻ ഫിദാൻ തന്നെയാണ് ഇത് പറയുന്നത്. ഇവർ 3 പേരും കൂടി ചേർന്നാൽ ഈ ഏരിയ, മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ വൈഡ് റേഞ്ചിൽ ഡിഫൻസ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ കൂട്ടായ്മ രൂപീകരിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇസ്രായേലിനെ തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇസ്രായേൽ ഇന്നലെ കൂടി ലെബനാനിൽ തകർത്ത് വെച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ വെളിവുകേടുകളിൽ ഒന്നാണ് ശരിക്കും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം നിർത്തലാക്കിയത്, ഗേറ്റ് അടച്ചത്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി കാബൂളിൽ ഒരു ആക്രമണം നടത്തി. അന്നോട് തീർന്ന് പാകിസ്ഥാന്റെ സകലമാന ഇടപാടുകളും. ഏതാണ്ട് 4.5
ബില്യൺ കച്ചവടം നടക്കുന്ന ഒരു റൂട്ടായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റൂട്ട്, ട്രേഡ് റൂട്ട്. അത് അടച്ചതോടുകൂടി ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിലെ കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവരുടെ പ്രോഡക്റ്റുകൾ അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അല്ല, അഫ്ഗാനിസ്ഥാൻ ത്രൂ ഒരു ട്രേഡ് റൂട്ട്, വലിയ റൂട്ട് കിടപ്പുണ്ട്. അതൊരു വലിയ ബിസിനസ് മേഖലയ്ക്കാണ് വഴിയൊരുക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4.5 ബില്യനാണ് നഷ്ടം ഇതുവരെ. ഇന്ന് കാബൂളിലെ മാർക്കറ്റിൽ, പണ്ട് പാകിസ്ഥാന്റെ സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന കാബൂൾ മാർക്കറ്റിൽ ഇന്ന് ഇറാന്റെ സാധനങ്ങളാണ് അവിടെ മൊത്തത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഈ ട്രേഡ് റൂട്ട് ക്ലോസ് ചെയ്തതാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിന് പുതിയൊരു ട്രേഡ് റൂട്ട്, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നും ചബഹാർ പോർട്ടിൽ നിന്നും ഇന്ത്യയുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറാനിലുള്ള കർഷകരുടെ പ്രോഡക്റ്റ് മൊത്തം ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അഫ്ഗാനിസ്ഥാന്റെ മാർക്കറ്റിലെല്ലാം തന്നെ ഇന്ത്യൻ പ്രോഡക്ട്സും ഇറാനിയൻ പ്രോഡക്ട്സുമാണ് ഏറ്റവും കൂടുതൽ, ചൈനീസ് പ്രോഡക്റ്റും വരുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇതെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരു ട്രെയിൻ റൂട്ട് ഉണ്ട്. ഈ ട്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ചൈനയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടാണ്. ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 225 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽവേ പാതയാണ്. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ, 5 രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്, 5 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടായിട്ട് അതിപ്പോൾ മാറിയിരിക്കുകയാണ്. ശരിക്കും പാകിസ്ഥാനുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാന്റെ ബോർഡർ തുറന്നാൽ പോലും പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാരണം വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ സോഴ്സ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ കൃത്യമായിട്ട് അവരുടെ മാർക്കറ്റ് പച്ച പിടിച്ച് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ എംബസി, ഇന്ത്യയുടെ ടെക്നിക്കൽ ഫോഴ്സ് മാത്രമായിട്ട് നിലനിർത്തിയിരുന്ന ഇന്ത്യൻ എംബസി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇന്ത്യ അവിടെ പ്രവർത്തിക്കുകയാണ്. ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം. എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസി അവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള കാരണം തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ബന്ധം അഫ്ഗാനിസ്ഥാൻ നിർത്തിയതിനെ തുടർന്നാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇനി നല്ല ബന്ധം പുലർത്തുന്നു എങ്കിൽ ഇന്ത്യ അവിടെ നിന്ന് ഒഴിവാകും. ഇതാണ് ധാരണ. ഈ ധാരണ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കരുക്കൾ നീക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ എംബസി ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് പുതിയ താലിബാൻ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ ശക്തിപ്പെടുത്തി പാകിസ്ഥാനെ ആ മേഖലയിൽ നിന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇന്ത്യ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റെയിൽവേ പാത എന്ന് പറഞ്ഞാൽ കാഫ് ഹെറാത്ത് റെയിൽവേ റൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. കാഫ് മുതൽ ഹെറാത്ത് വരെ പോകുന്ന റെയിൽവേ റൂട്ട്. അത് പാകിസ്ഥാൻ വാതിലടച്ചപ്പോൾ അഫ്ഗാനിസ്ഥാന് വേറെ 5 രാജ്യങ്ങളുടെ വാതിൽ തുറന്നു എന്ന് വേണം പറയാൻ. ഇത് ഇറാനിലെ കാഫ് എന്ന് പറഞ്ഞ സിറ്റിയും അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് എന്ന് പറഞ്ഞ നഗരത്തിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടാണ്. ഇതിൽ ഇന്ത്യയുടെ ചബഹാർ പോർട്ടിൽ നിന്ന് പോകുന്ന സാധനങ്ങളും ചരക്കുകളും ഈ റൂട്ടിലൂടെ പോകുന്നുണ്ട്. അത് വളരെ എളുപ്പത്തിൽ പോകുന്നുണ്ട്, സ്പീഡായിട്ട് പോകുന്നുണ്ട്. അതാണ് ഈ റൂട്ടിന്റെ പ്രത്യേകത. അഫ്ഗാനിസ്ഥാനിലൂടെ ചൈന, സെൻട്രൽ ഏഷ്യ, റഷ്യ ഈ റൂട്ടുകളെ മൊത്തം ബന്ധിപ്പിക്കുകയാണ്. ഇനി വേണ്ടി വന്നാൽ യൂറോപ്പിന് വരെ ചരക്ക് നീക്കം നടത്താൻ പറ്റും. അതാണ് സാഹചര്യം. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ചൈന, ഇതാണ് ആ റൂട്ട്. റഷ്യയും ചൈനയും ഈ റൂട്ടിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റിനെ മറികടന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് റൂട്ടാണ്. ആർക്ക്? ചൈനയ്ക്കും റഷ്യയ്ക്കും. അതാണ് ഈ റൂട്ടിന്റെ പ്രാധാന്യം. അപ്പോൾ എന്ത് വില കൊടുത്തും റഷ്യയും ചൈനയും ഈ റൂട്ടിനെ സംരക്ഷിക്കും. ഇന്ത്യക്ക് അത് ഗുണം ചെയ്യും. കാരണം ചബഹാർ പോർട്ടുമായിട്ട് നമുക്ക് INSTC എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ ഇപ്പം 2-3 മാസം കഴിയുമ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതിൻ്റെയും കൂടെ പാർട്ടാണ് ഈ റെയിൽവേ പാത. പാകിസ്ഥാന് തിരിച്ചടി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം അപ്പുറത്ത് ഇറാൻ, ഇപ്പുറത്ത് ഇന്ത്യ, ആ സൈഡിൽ അഫ്ഗാനിസ്ഥാനാണ്, അതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം അഫ്ഗാനിസ്ഥാനാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോറിഡോർ. ആ കോറിഡോർ കൊട്ടിയടച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അവർക്ക് തന്നെ സെൽഫ് ഗോൾ അടിച്ചൊരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഈ വക്കാൻ കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോറിഡോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഡോമിനേഷൻ കിട്ടും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ്, അതായത് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനുമായിട്ടുള്ള കണക്റ്റിംഗ് പോയിന്റ് അവർക്ക് ഒഴിവാക്കാം. ആ ഒരു പണി കൂടി അവർ എടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് അഫ്ഗാനിസ്ഥാൻ നിരന്തരം ആ ഒരു ശ്രമത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഗേറ്റ് അടച്ച് പൂട്ടിയതോടുകൂടി 8000 ട്രക്കുകൾ, പാകിസ്ഥാന്റെ 8000 ട്രക്കുകളാണ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്, കാലി അടിച്ച് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പം പലതിലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നശിച്ചു, വെജിറ്റബിൾസ് ഒക്കെ ചീത്തയായി. ആ അവസ്ഥയിലാണ്. ഹാർഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം, അത് ലോങ് ലൈഫുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് ആ ലോറിയിലുള്ളത്. അത് തന്നെ ഇപ്പം ചൂടിൽ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. ഈ ലോറികളൊക്കെ അവിടെ നിരന്ന് കിടക്കുകയാണ്. 8000 ട്രക്കുകളാണ് അവിടെ സ്ട്രക്കായി കിടക്കുന്നത്. ഇതിന്റെ നഷ്ടം മാത്രമാണ് $4.5 ബില്യൺ വർത്ത് വരുന്ന നഷ്ടം. ഇതുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിലെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത് തിരിച്ചറിയുന്നില്ല. പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്കലി എന്തൊക്കെയോ ചെയ്യുകയാണ്, ഗ്ലോബലി വളരെയധികം പ്രാധാന്യമുള്ള രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസീം മുനീറിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും തള്ളുകൾ ഇങ്ങനെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ PR വർക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്.
അത് മാത്രമാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഇറാനിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് പോലെയുള്ള അഭിനയം അഭിനയിച്ചുകൊണ്ട്, ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട്, ഹിപ്പോക്രസി കാണിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് ഇപ്പോൾ കൂടിച്ചേർന്നിട്ട് ഇറാനെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാനെ ചതിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈഡിൽ കൂടിയിട്ട് ഇന്ന് അമേരിക്കൻ സോൾജേഴ്സിനെ കൃത്യമായിട്ട് അവരുടെ ബേസിൽ ഇറക്കി വെച്ചുകൊണ്ട് ഇറാനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാനിന്റെ ഉള്ളിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കൻ സോൾജേഴ്സ് വന്ന് തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഇതേ പാകിസ്ഥാനും ഇറാനും എത്ര വട്ടമാണ് ഇസ്രായേലിനെതിരെ കൂടി ചർച്ച നടത്തിയത്? പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി എത്ര തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്? വളരെയധികം ഊഷ്മളമായ ബന്ധം എന്നുള്ള രീതിയിലൊക്കെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഉഡായിപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന പാകിസ്ഥാൻ ഇപ്പം നേരെ ഇറാന്റെ എതിർചേരിയായിട്ടുള്ള അമേരിക്ക പക്ഷത്ത് നിന്നുകൊണ്ട് ഇറാനെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ വാതിലും അടഞ്ഞു. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അഫ്ഗാനിസ്ഥാനികളെയൊക്കെ ഇറാന്റെ ഉള്ളിൽ നിന്നും അഫ്ഗാനിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന ഇറാൻ വീണ്ടും അവരെ ജോലിക്കെടുത്ത് ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കാരണമായത്. അപ്പൊ ഇറാൻ എന്ത് ചെയ്തു? അവരുടെ വഴി ചൂസ് ചെയ്തു. അവർ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ച് അതുവഴി ട്രേഡ് റൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാകിസ്ഥാന് നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നിലവിലെ സംഭവം. അതായത് പാകിസ്ഥാൻ അവരുടെ തനിക്കുണം കാണിച്ചപ്പോൾ ഇറാൻ അവരുടെ ഡിപ്ലോമസി കൃത്യമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു വിജയകരമായിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരുപക്ഷെ ഇറാന്റെ ഉള്ളിൽ റെജീം ചേഞ്ച് വന്നേക്കാം, ഇല്ലാന്നില്ല. പക്ഷേ റെജീം ചേഞ്ച് വന്നാലും ഇല്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. എവിടെ? ഇറാനിലെ ജനങ്ങൾ അവർ പ്രതിഷേധിക്കും, അവർ അട്ടിമറിക്കും. ഇപ്പൊ ഈ റെജീം മാറിയിട്ട് വേറൊരു റെജീം വന്നാൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങളൊക്കെ ഇപ്പൊ ട്രംപിന്റെ പൊസിഷനിൽ എത്ര നാളിരിക്കാൻ പറ്റും? മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ പൊസിഷൻ മാറി തന്നെയാണ് വരുന്നത്. അപ്പൊ അതേപോലെ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാനിൽ വലിയൊരു സംഭവം ഒന്നുമല്ല. ചെറിയ തിരിച്ചടികളൊക്കെ ഒരു തൽക്കാലത്തേക്ക് ഉണ്ടാവും, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും. പിന്നെ ഗവൺമെന്റ് ഒന്ന് സെറ്റിലായി അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വീണ്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ, ബൈലേറ്ററൽ റിലേഷൻഷിപ്പുകൾ, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകൾ, ഫോറിൻ പോളിസി, ഇതെല്ലാം തന്നെ ഉണ്ടാവും. പുതിയ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളായിട്ട് തന്നെയായിരിക്കും മാറുന്നത്. കാരണം ആ രാജ്യത്തിന്റെ പുരോഗതി ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്, ആ രാജ്യത്തിന്റെ ഗ്രോത്ത് ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ കൊണ്ടുപോകാനായിരിക്കില്ല ഒരു പുതിയ റെജീം അവിടെ വരുമ്പോഴത്തേക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, പുതിയ തലമുറയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ റെജീം ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ വറീഡാവേണ്ടതില്ല. അത് ആ വഴിക്ക് തന്നെ നടക്കും കൃത്യമായിട്ട്. എന്തായാലും പാകിസ്ഥാന്റെ ഗതി അതോ ഗതിയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ ചെയ്ത ഈ ഒരു ബീട്രയൽ അതിനെ മറക്കില്ല ഒരിക്കലും. അമേരിക്കയ്ക്ക് വരെ അവർ മാപ്പ് കൊടുത്ത് മുന്നോട്ട് പോകും, പക്ഷെ പാകിസ്ഥാനികൾക്ക് മാപ്പ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് പാകിസ്ഥാൻ ശരിക്കും ഇറാനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എനിവേ, കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.